നിനക്കറിയാം സലാമി, ഞാൻ മറന്നുപോയി. ആ എടാ നീ മറന്നില്ലല്ലേ? ഞാൻ മറന്നുപോയി. ഇത് എടുത്തിട്ട് ഇത് ഇങ്ങനെ ആ ഇങ്ങനെ വെക്കണം. അയ്യോ സത്യം, ആഡി ക്യാമ്പിൽ കൾച്ചറൽ സെലക്ട് ചെയ്ത പാട്ട് പാടാനായിട്ട്. ഞാൻ പോയില്ല, ഡൽഹി വരെ പോയോ? ആദ്യം എനിക്ക് സെലക്ഷൻ കിട്ടിയതാ, IGC വരെ കിട്ടിയതാ. ഞാൻ എന്നിട്ട് പോയില്ല അടുത്ത ക്യാമ്പിന്. അറിയില്ലായിരുന്നു എന്റെ ഗുണം. പിന്നെ ഡൽഹി വരെയൊക്കെ പോകാൻ മടിയായിരുന്നു. സി സർട്ടിഫിക്കറ്റ് വിത്ത് അല്ല അവിടെ NCC ഉണ്ടായിരുന്നു. എനിക്ക് സി സർട്ടിഫിക്കറ്റ് വിത്ത് A ആയിരുന്നു. IGC കിട്ടി, നാഷണൽ ഗെയിംസ് കിട്ടി, ഒന്നിനും പോയില്ല. നാഷണൽ ഗെയിംസ് ഫുട്ബോൾ. വൺസ് അഗൈൻ വെൽക്കം ടു ഷോർട്ട് കട്ട്. ഒരു 5 കിലോമീറ്റർ ട്രിപ്പ് വന്നേക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കണം. അങ്ങോട്ട് തിരിച്ചാ പോയി, ഇങ്ങോട്ട് ഇല്ല. അറിയാവുന്നവർക്ക് അറിയാം, അറിയാൻ പാടാത്തവർക്ക് അറിയില്ല. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് എവിടെയാ? വെള്ളൂർ HPCയുടെ ഒരു പറമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. HPC അല്ല ഇപ്പം, HPC അല്ല, HNL അല്ല, പറ KPPL കേരള പ്രീമിയർ ലീഗ്. കേരള പേപ്പർ പ്രൊഡക്ഷൻ. കേരള പ്രീമിയർ ലീഗ് ഉണ്ട്, KPL ഫുട്ബോളിന്റെ. KPPLന്റെ ഫുൾ ഫോം എന്നാ? കേരള പബ്ലിക് പേപ്പർ പ്രൊഡക്ഷൻ. അത് തന്നെ, ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം മറ്റേ തൃശ്ശൂർ ഒരു ഗ്രൗണ്ട് വൈറലായില്ലേ, കുറെ കാടി നടക്കുന്ന കണ്ടായിരുന്നോ? മറ്റേ ഒരു ഗ്രൗണ്ട് തൃശ്ശൂരിന് തൊട്ട് മുന്നേ, തൃശ്ശൂർ എത്തുന്നതിന് മുന്നേ ഒരു റെയിൽവേ സ്റ്റേഷൻ, റെയിൽപാളത്തിന്റെ അടുത്ത് ഒരെണ്ണമുണ്ട്. ഇത് ഏതാണ്ട് അതുപോലെ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡ്രോൺ പറത്തിയാൽ ചിലപ്പോൾ കിട്ടും. ഡ്രിഫ്റ്റ് കണ്ടെന്ന് തോന്നുന്നു ഇവിടെ, മറ്റേ പാട് കിടക്കുന്നു. ഇത് വണ്ടി ഓടിച്ച് പഠിക്കുന്ന സ്ഥലം. 8 അതല്ലേ, 8 എടുക്കണതിന്റെ ഏതുണ്ടോ, 8 പോലെ തന്നെ കിടക്കണം. ശരിയാ, ഇത്ര വലിയ 8. അപ്പൊ നമ്മൾ ഇന്ന് വന്നതിന്റെ ഉദ്ദേശം എന്നാ? പേരിടൽ ചടങ്ങ്. ആരുടെ? ഷോർട്ട് ഫിലിമിന്റെ. നമ്മുടെ 2 മിനിറ്റ് റോംകോം ഷോർട്ട് ഫിലിമിന് ഒരു പേരിട്ടിട്ടില്ല. പേരിടണം. ആരിടും നമ്മളെ ആലോചിച്ചിട്ടൊന്നും. അല്ലാണ്ട് ഇതിന് ചെവിയിലൊന്നും ചെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് പറയാ മതി. അതെ, ആരും ഒരു ലൈക്ക് അല്ലാണ്ട് വേറൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഇനി പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കുന്നത് പേരിട്ട് ആ പേരിൽ നമ്മൾ സെലക്ട് ചെയ്ത്, അത് നിങ്ങൾ ഷോർട്ട് ഫിലിം കണ്ടിട്ട് നിങ്ങൾ ഷോർട്ട് ഫിലിമിൽ പേരിടുന്നു. നമ്മൾ എന്നിട്ട് അത് ആ പേരിട്ടിട്ട് ഒന്നും കൂടി ടൈറ്റിൽ വിൻ ചെയ്യുന്നവരെ ഒരു ബിരിയാണി അത് വേണം കൊടുക്കാം. നമ്മളെങ്ങനെ സെലക്ട് ചെയ്യും? നമ്മള് വെറുതെ വന്ന് കഴിക്കും. അല്ല, ഈ ഷോർട്ട് ഫിലിം കാണാണ്ടവർക്ക് ആർക്കും പേരിടാൻ പറ്റിയില്ല. കാണണം. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പേരിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചടങ്ങ് പരിപാടി. അതൊന്നും വേണ്ട, ചുമ്മാ ഞാൻ പറഞ്ഞത്. അത് എന്റെ ബിരിയാണി പോണ വിഷമല്ല. ഒരു ബിരിയാണി വെറുതെ കൊടുക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ എനിക്ക് ചെലവാ. അത് അക്സെപ്റ്റ് ചെയ്യലത്. ഷോർട്ട് ഫിലിമിനൊരു റൊമാൻറ്റിക് കോമഡി പേര് തന്നെ വേണം. പണ്ട് ഏതൊരു സിനിമയില്ല ഇങ്ങനെ പേര് ഇടണതിന് മുമ്പ് പടം റിലീസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പേരിട്ടൊരു പടമുണ്ട്. ഏതാ പടം എനിക്കറിയത്തില്ല. പിന്നെ പടം കണ്ടിട്ട് ഏതൊരു പ്രേക്ഷകൻ പറഞ്ഞ പേരാണ് ഇട്ടത്. ഇപ്പൊ കൈലാക്ക് സ്കോഡ. കൈലാക്ക് കാസർഗോഡുള്ള ഒരുത്തന്നെ കണ്ടല്ലേ, കാറും കിട്ടി. എന്താലേ ചുമ്മാ ഒരു പേര് കൊടുക്കാൻ ഒരു കാർ. പേര് പറയാൻ എളുപ്പമായിരിക്കും. അതെന്തിനാ? എനിക്ക് അല്ല, കൊച്ചിനെയാണ് പേരുണ്ട് പറയാൻ എളുപ്പമുള്ള പേരിടണം. ഞാൻ പണങ്ങി പോണോ? പേര്, പടത്തിന്റെ പേര് കേൾക്കുമ്പോ പടം എന്താ പറയാൻ ഉദ്ദേശിക്കണേ, ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യും. അല്ല, പടം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, പടത്തിന്റെ അന്ന് എന്താണ് നമ്മൾ കൺവേ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പേരിൽ വന്നം. അപ്പൊ അതുപോലത്തെ ഒരു പേര് കിട്ടണം. നമ്മുടെ പേര്, നമ്മുടെ കണ്ടിനെ പറ്റിയൊരു പേര്. ഇപ്പൊ കണ്ടേക്കുന്നൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോ മെയിൻ ആളുടെ പേര് വെച്ചിട്ട് ടൈറ്റിൽ ഇടുമല്ലോ. കഥാപാത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് ടൈറ്റിലുകൾ വരാറുണ്ട്. നായകൻ അല്ലെങ്കിൽ നായികനെ ബേസ് ചെയ്ത്. ഇപ്പം സ്പൈഡർമാൻ, ലിയോ, റോക്കി അങ്ങനെയൊക്കെ പറഞ്ഞ പടങ്ങളില്ലേ. അപ്പൊ അങ്ങനത്തെയും വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷെ നമുക്കിവിടെ പറ്റില്ല. കാരണം നമുക്ക് വേണ്ടത് ആളുടെ പേരൊന്നും പറയണില്ല. ഇല്ല, കഥ നമുക്കറിയാലോ. ഇനിയിപ്പോ പേര് ഇവർക്ക് പേരിട്ടിട്ടുള്ളൂ. നമ്മള് കഥാപാത്രത്തിന് പേരില്ലല്ലോ. എടി എടാ എന്നല്ലേ. നമുക്ക് കഥാപാത്രം കൊള്ളാം. നല്ലൊരു തോട്ടാ അത്. ഈ സിറ്റുവേഷൻ നേരിടുന്ന ആരുടെ പേര് വെച്ച് ഫില്ല് ചെയ്യാം അവിടെ ആ ഗ്യാപ്പ്. എങ്ങനെ മനസ്സിലായില്ല? ഇപ്പൊ എൻ്റെ പേര് അഭിജിത്ത്, ഞാൻ പ്രേമിക്കുന്ന ഒരാളുടെ പേരുണ്ടെങ്കിൽ ആ പേര് വെച്ച് എനിക്ക് അങ്ങനെ കാണാം. ഞാനും എൻ്റെ കാമുകിയും പേരില്ലല്ലോ, വേറൊരാൾക്കാർക്ക്
വേറെ 2 കപ്പിളിനാണെങ്കിൽ അവർക്കത് ആ പേര്. അങ്ങനെ മനോഹരമായ നടക്കാത്ത സ്വപ്നം. അങ്ങനൊക്കെ പേരുകളാണ്. അത് കൊള്ളാം കേട്ടോ. അതല്ല കറക്റ്റ്. അതല്ല, നടക്കാത്ത സ്വപ്നം അല്ല അതിനകത്ത് ആപ്റ്റായിട്ട് വരുന്നത്. വലിയ പേരും 2 മിനിറ്റ്. നടക്കാത്ത സ്വപ്നമല്ലേ, നടക്കും. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, നടക്കാത്ത സ്വപ്നമല്ല, നടക്കും. അതിലാ ഞാൻ. പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി വേറെ. പകൽക്കിനാവെന്നൊക്കെ പറയാൻ പറ്റുമോ? അല്ലടാ, അതിന്റെ മീനിങ് അങ്ങനെയല്ലല്ലോ, അത് വേറെ മീനിങ് ആണല്ലോ. പകൽക്കിനാവോ? സ്വപ്നവും യാഥാർത്ഥ്യവും. ഈ സാധനം വേണമെങ്കിൽ ഇടാം. അതായത് ഇത് ആര് കാണുന്നു അവരായിരിക്കും ഇതിലെ കഥാപാത്രങ്ങൾ, അവർക്ക് റിലേറ്റ് ചെയ്യാൻ. പഴഞ്ചൊല്ലും എല്ലാം ഉണ്ടെന്ന് ആലോചിക്കും. കൂടുന്ന പറ്റി കൂടുന്ന ഒരു ബന്ധമില്ലാത്ത പഴഞ്ചൊല്ലിക്കുള്ളവരാണ്. കടലും കരയും തമ്മിൽ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന അത് ഞാൻ ആദ്യമേ ആലോചിച്ചായിരുന്നു. അതല്ല, ഈ ചില സാധനങ്ങൾക്ക് മറ്റേ വൺസിന്റെ മൂൺ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രയോജനം ഉണ്ടല്ലോ, പ്രയോഗം ഉണ്ടല്ലോ, പ്രയോജനം. സമ്മതിച്ചോ? കൊലക്ക കുട്ടി എന്താ സംഭവിക്കാന്നറിയോ? മുന്തിരി പടം പൂത്തു നിൽക്കണം മുറ്റത്ത് കൊണ്ടുപോകാം. അങ്ങനെ കല ഡയറ്റ്. അങ്ങനെ സിനിമ വന്നിട്ടുണ്ടോ ഈ നമ്മളുടെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള? ഈ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള സിനിമയോ? കപ്പിൾസ് ഉണ്ട്. മറ്റേ മിഥുനം. ഇടവന്നിട്ടല്ലോ. ഇടവോ? മേടം, മീനം, കുംഭം. കന്നിയില്ല, കുംഭാണ് നല്ലത്. കന്നി കറക്റ്റാ, കാരണം നമ്മുടെ കന്നി ഷോർട്ട്. കന്നി നമ്മൾ പേരിടാൻ പറ. കഥയിലെ രാജകുമാരൻ മെർജാവുന്നില്ല. ഒരു രാജാവ് രാജ്ഞിയുടെ പേര് കണ്ടുപിടിക്കുന്നത് ഷോർട്ട് കട്ട്സ് കണ്ടുപിടിച്ചാലും ഞാൻ ഇത് ഏത് കാലത്തിരുന്ന് അല്ല, ഏത് കാലത്തെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ അർത്ഥം അത് കൊള്ളാട്ടോ. പക്ഷെ അതാ മറ്റായിട്ടൊരു അർത്ഥമില്ല. നൂഡിൽസിന് എഴുതിയിട്ട് താഴത്ത് 2 മിനിറ്റ് ഉണ്ടാക്കാം. 2 മിനിറ്റ് ഉണ്ടാക്കി മാഗി നൂഡിൽസ് 2 മിനിറ്റ് അല്ല, മിനിറ്റ് വെച്ചോ. ഇങ്ങനെ പടത്തിന് പേരുണ്ട്. ഒരു 2 മിനിറ്റ്. അല്ലെങ്കിൽ അങ്ങനെ തുടക്കം പോലെ എന്തെങ്കിലും പറയണം. ഒരു 2 മിനിറ്റ് എനിക്ക് തരുമോ? 2 മിനിറ്റ് തരുമോ? ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ എന്തെങ്കിലും സാധനം പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. അങ്ങനെയല്ല, അതെ ഫസ്റ്റ് ഡയലോഗ് അങ്ങനെയല്ല, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? അങ്ങനെയല്ല, ഇതല്ല നല്ല പടം. ഓളവും തീരവും അങ്ങനെ എന്തെങ്കിലും അതായിരിക്കും കുറച്ചുകൂടി വൈറലാവാൻ. ഡ്രീം റിയാലിറ്റി എങ്ങനെ പേരായിട്ട് പറയും? ടാഗ് ലൈൻ ഒക്കെ കപ്പിൾസ് ഉണ്ടാവും. കപ്പിൾസ് ഇട്ടായി. കപ്പിൾസ് എന്നുള്ള ഇതില്ലേ ടൈറ്റില്, കപ്പിൾസ് അല്ലെങ്കിൽ കപ്പിൾ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. ജനറലൈസ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ജനറലൈസ് ആണ്. അത് വെറും കപ്പിൾ ഹാഷ്ടാഗ് വേണം. സെയിം ഫൈറ്റ് ഡിഫറെന്റ് അങ്ങനെ കപ്പിൾസ് കപ്പിൾ സെയിം ഫൈറ്റ് ഡിഫറെന്റ്. അത് മറ്റേ ടാഗ് ലൈൻ ആയിട്ട് കൊടുക്കാം. അത് കൊടുക്കാം. കപ്പിൾസ് കുറച്ചുകൂടി അടിപൊളിയാണ്. നമുക്ക് കപ്പിൾസ് അല്ലെങ്കിൽ കപ്പിൾസ് ഡ്രീം, കപ്പിൾസ് ലവ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രമാണ് കുറച്ചുകൂടി നല്ലതായിരിക്കും. അത് വേണം, അവിടെ തീരട്ടെ. കപ്പിൾസ് അത് മതി. സെയിം ഫൈറ്റ് ഡിഫറെന്റ്. അത് മതി. അത് കൊള്ളാം. അത് നല്ലത്. കൊടുത്തേക്കട്ടോ. ഒരു പപ്പടം കൊടുത്തേ. കപ്പിൾസ് എന്നാണ് ഇപ്പം ഞങ്ങൾ തീരുമാനിച്ച പേരല്ലേ. അപ്പം എന്തായാലും ഷോർട്ട് ഫിലിം മിക്കവാറും നമ്മുടെ ഒരു ഊഹം അനുസരിച്ച് ഈ തന്നെ വെള്ളിയാഴ്ച, അതായത് ജൂൺ 6-ാം തീയതി റിലീസ് ചെയ്യും. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ പേര് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പേരിട്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി ഷോർട്ട് ഫിലിമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബൈ.